എന്താണ് സാൻ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്? സാൻ നെറ്റ്വർക്ക് അതായത് ഇനി നമുക്ക് കുറച്ച് സ്റ്റോറേജുകളെ കുറിച്ച് പഠിക്കാം. നമുക്കറിയാം സർവറെ കുറിച്ച് നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സാൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്കാണ്. അതായത് ഒരു സ്റ്റോറേജ് ഏരിയ, ഈ ഒരു ഒരുപാട് സ്റ്റോറേജുകൾ ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്കാണ്. അതായത് ആ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്കിനെയാണ് ഒരു സാൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ഒരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിപ്പോൾ നമ്മൾ ഓരോ കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഇതൊരു ഓഫീസ് സെറ്റപ്പിലാണ് ഇത് നോർമലി വരുന്നത്, അല്ലെങ്കിൽ ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, അല്ലെങ്കിൽ ആ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞൊരു സാൻ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ ഒക്കെ ആ ഒരു വലിയൊരു ഓഫീസ് പ്ലേസിലോ അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് നെറ്റ്വർക്കിനുള്ളോ ഒരു പ്രമിസസ് തന്നെ വേണമെന്നില്ല, ആ നെറ്റ്വർക്കിനുള്ളിലാണ് നമുക്ക് ഇതുപോലെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇതെല്ലാം ഒരു ഓഫീസിലാണ്. അപ്പോൾ ഓഫീസിലെ സിസ്റ്റംസ് ഒക്കെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സിസ്റ്റംസിനൊക്കെ ഓരോ സെർവർ ഉണ്ടാവും. ഒരു സെർവറോ ഒന്നിലധികമോ സെർവർ ഉണ്ടാവാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ സെർവർ ആയിരിക്കാം, അതുപോലെ തന്നെ വെബ് സെർവർ ഉണ്ടാവാം, അങ്ങനെ ഓരോ സെർവേഴ്സ് ഉണ്ടാവാം. FTP സെർവർ ഉണ്ടാവാം. അങ്ങനെ പല പല സെർവേഴ്സ് ഈ പറഞ്ഞ സിസ്റ്റത്തിനൊക്കെ ഉണ്ടാവും. അത് ഓഫീസുകളിൽ ആ ഒരു സെർവറുകൾ ഉണ്ടാവും. സെർവറിൽ ഒന്നിലധികം സെർവേഴ്സ് ഉണ്ടാവും. അപ്പോൾ നോർമലി എന്താണ് നമ്മളിവിടെ നടക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് റിക്വസ്റ്റ് ചോദിക്കും. അതായത് എല്ലാം ഇവിടെ സ്റ്റോർ ആവുന്നു, അതായത് സെർവറിൽ സ്റ്റോർ ആവുന്നതിനെ ആ ഒരു സെർവറിൽ നിന്ന് റിക്വസ്റ്റ് കൊടുത്താൽ എന്താണ് വേണ്ടത് അതൊക്കെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ സർവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് സെർവറിൽ നടക്കുന്നത്. അതായത് ഇതിനകത്ത് വരുന്ന ഈ ഒരു ഓഫീസ് സിസ്റ്റങ്ങളിൽ വരുന്ന എല്ലാ ആപ്ലിക്കേഷനുകളോ അല്ലെങ്കിൽ എന്താണൊക്കെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് അതിനൊക്കെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത് സെർവറുകളിൽ തന്നെയാണ്. ഈ ഓരോ സെർവറിൽ തന്നെയാണ്. ഇത് വെബ് സെർവർ ആയിരിക്കാം, ഇത് മെയിൽ സെർവർ ആയിരിക്കാം, FTP സെർവർ ആയിരിക്കാം, അങ്ങനെ പല സെർവേഴ്സ് ഇതിനകത്ത് ഉണ്ടാവും. അതിനകത്ത് ആ സെർവറുകളിൽ തന്നെ ആയിരിക്കും ഇത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് സം സെർവർ ഫെയിലിയറായി പോയി അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ഡേറ്റ നമുക്ക് ലോസായി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ റേഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഉൾപ്പെടെയുള്ള പല സ്റ്റോറേജ് ലെയേഴ്സും നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതായത് ഈ ഒരു സെർവറിന് പുറമെ പല സ്റ്റോറേജ് ലെയേഴ്സും നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതാണ് സാൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടുന്ന് ഈ സെർവറിൽ നിന്നൊക്കെ ഉള്ള ഒരു കണക്ഷൻ നേരെ ഒരു സാൻ സ്വിച്ചിൽ വന്നിട്ട് ഒരു നോർമൽ ആ ഒരു സ്വിച്ചിൽ വന്നിട്ട് ആ സ്വിച്ചിൽ നിന്ന് നേരെ സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ടാകും. ഈ കാണുന്ന എല്ലാം സ്റ്റോറേജുകളാണെന്ന് വിചാരിക്കാം. അതായത് ഇതെല്ലാം സ്റ്റോറേജുകളാണ്. അപ്പോൾ ഇതിലൊക്കെ സ്റ്റോർ ആവുന്നത് ഈ ഒരു ഡിവൈസുകൾ, ഈ ഒരു സ്റ്റോറേജുകളിലൊക്കെ സ്റ്റോറായിട്ട് വരും. ഇതൊക്കെ ഒരു ഹാർഡ് ഡിസ്കുകൾ വെച്ചിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസുകളായിരിക്കും, റേഡായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഒരു ഇതിലും സ്റ്റോർ ആവും. അതായത് ഇതിനകത്ത് വരുന്ന സെർവറിൽ വരുന്ന ഡേറ്റ അല്ലെങ്കിൽ സെർവറിലോട്ട് വരുന്ന ആ ഒരു ഇൻഫർമേഷൻസ് കാര്യങ്ങൾ അതിൻ്റെ കൂടാതെ ഈ ഒരു ഓരോ സ്റ്റോറേജ് ഡിവൈസിലും സ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കും. അതായത് ഇതിൽ തന്നെ ഒന്ന് പോയാലും അടുത്തതിൽ സ്റ്റോർ ആവും. അങ്ങനെ ഇതെല്ലാം അതിലും കമ്പാരിറ്റീവ്ലി സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. അത് പല തരത്തിലുള്ള സ്റ്റോറിംഗ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒന്നിൽ സ്റ്റോർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒന്നിനും രണ്ടിലും മൂന്നിലും സ്റ്റോർ ചെയ്യുന്ന, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോറിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് ഓഫ് സ്റ്റോറേജ് ഡിവൈസുകളുണ്ട്. അതായത് ഈ ഒരു നെറ്റ്വർക്കിനെയാണ് എന്ത് പറയുന്നത്? സാൻ, അതായത് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇതപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത്? കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്കറിയാം ആ ഒരു ഓഫീസ് സെറ്റപ്പിലൊക്കെ വരുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സെർവർ ഉണ്ടാവും, സെർവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സെർവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സെർവർ വരെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സെർവർ തന്നെ ഒരു സ്റ്റോറേജാണ്. നമ്മളിത് സ്റ്റോറേജ് വർക്ക് ചെയ്യും, അതിൽ നിന്ന് ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സെർവേഴ്സാണ്. സെർവേഴ്സിൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് തന്നെ ആ ഒരു സെർവറിൽ തന്നെ വരുന്ന സ്റ്റോറേജ്, അതായത് സെർവറിൽ തന്നെ സെർവർ പോയാലോ അല്ലെങ്കിൽ സെർവറിനൊരു റിസ്ക് എലിമെൻറ്റ്സ് വന്നാലോ ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്, ആ ഒരു ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് വീണ്ടും നമ്മളൊരു ലെയർ സൃഷ്ടിക്കും. അതാണ് ഈ ഒരു സാൻ നെറ്റ്വർക്ക്, അതായത് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് സൃഷ്ടിക്കുന്നത്. അവിടെയാണ് ഈ ഒരു സ്റ്റോറേജ് ഡിവൈസുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റാസൊക്കെ ഇതിനകത്ത് സെർവറിൽ സ്റ്റോർ ആവുന്നതിന് പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ഡിവൈസുകളിലും സ്റ്റോർ ആവും. അപ്പോൾ ഈ ഒരു ലെയർ ഓഫ് സ്റ്റോറേജുകളെയാണ് എന്ത് പറയുന്നത്? സാൻ, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നാസുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നാസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നാസ് നെറ്റ്വർക്കുകളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നാസ് എന്താണെന്നുള്ളത്. പക്ഷേ ഇതൊരു നെറ്റ്വർക്ക് ആയിരിക്കും. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോറേജ് ഡിവൈസസിൻ്റെ ആ ഒരു ലെയർ ഓഫ് നെറ്റ്വർക്കിനെയാണ് ആ ഒരു സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നാസ് നെറ്റ്വർക്ക് ഉണ്ട്. നാസ് നെറ്റ്വർക്ക് എന്താണെന്ന് പറയും, ഇതിൽ നിന്നും ഡിഫറൻ്റ് ആണ്. ഇതുപോലെയല്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നാസ് നെറ്റ്വർക്ക് എന്താണെന്ന് പഠിക്കാം. സോ ഇതാണ് സാൻ, അതായത് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്.